ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 63ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു 4-5 ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡുകളെ പറ്റിയിട്ടായിരുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ് അവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ലാലേട്ടൻ ചോദിക്കാനുള്ള എല്ലാ പോയിന്റ്സിനെ പറ്റിയിട്ടും അവിടെ ചോദിക്കുകയുണ്ടായിരുന്നു. പലരുടെയും മുഖംമുടികൾ വലിച്ചു കീറുന്ന തരത്തിൽ തന്നെ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിന്റെ ഒരു ടാസ്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് വൻ പരാജയം എന്നതാണ് വന്ന ഗസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്വേതയും സാബുവും നല്ലൊരു റിവ്യൂ ആ ഒരു ടാസ്കിനെ പറ്റിയിട്ട് കൊടുക്കുകയുണ്ടായി. ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവരോട് ബിഗ് ബോസ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ ചോദിക്കുമ്പോഴോ അവർക്ക് ആ ടാസ്കിനെ പറ്റി പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ ആ ടാസ്കിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കംഫർട്ടബിൾനെസ്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടാസ്കിനെ പറ്റിയിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു എന്നതാണ് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു റിവ്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പലരും പ്രതീക്ഷിച്ച് കാണില്ല. ഒരു ടാസ്ക് വൈസ് അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവിടെ നടന്നിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിനെ പറ്റിയിട്ടും നീറ്റ്നെസ്സിനെ പറ്റിയിട്ടും ഓർഗനൈസേഷനെ പറ്റിയിട്ടൊക്കെയാണ് ബാക്കിയുള്ള ഗസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓണേഴ്സ് ഒരു മിലിറ്ററി ചിട്ടയിൽ നിന്നുകൊണ്ടിട്ടാണ് ആ ഒരു ഹോട്ടൽ നടത്തുന്നത് എന്നതാണ് സാബു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. സാബു പറയാനുള്ള പല കാര്യങ്ങളും മുഖം നോക്കാതെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനോടും വീട്ടിലുള്ളവരോടും ഒക്കെ ശക്തമായി തന്നെയാണ് സാബു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സാബു അവിടെ പറയുമ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന കൂട്ടത്തില് HR പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ബോധവും പൊക്കണോ ഇല്ലാത്തൊരു HR എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അതൊക്കെ ഋഷിയെ സംബന്ധിച്ച് ഋഷി അതൊക്കെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഹേർട്ട് ചെയ്തിട്ട് ഋഷിയും അൻസിബയും തുടക്കം മുതൽ അവസാനം വരെ പല കാര്യങ്ങളിലും നിന്ന് ന്യായീകരിക്കുകയും ഒരു ഉത്തരം പറയാനില്ലാതെ വരുമ്പോഴുള്ള ഒരു തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് ആ ഒരു 3-4 പേര് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനോടും ഗസ്റ്റുകളോടൊക്കെ പെരുമാറിയത് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. പ്രേക്ഷക എന്ന നിലയിൽ എനിക്കും പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണത്. അതുപോലെ അൻസിബ ഋഷിയുടെ പല തെറ്റുകളെയും മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള കുറെ തെറ്റുകളെയും ന്യായീകരിക്കുന്നുണ്ട്, ഋഷിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും ന്യായീകരിക്കുന്നുണ്ട്. ഫസ്റ്റ് വന്ന വീക്ക് മുതൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു കോംബോനെ പറ്റിയിട്ടും അവിടെ ഒരു ഷാഡോ ആക്കലും കോംബോ തെറ്റാണ് എന്നുള്ള തരത്തിൽ ഒരു സദാചാര ബോധം ഉണർത്തി കൊടുത്ത ആളാണ് അൻസിബ. ആ ഒരു അൻസിബയ്ക്ക് ഈ ഒരു കോംബോനെ പറ്റി ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഋഷിയെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്തിരുന്നത് അൻസിബയാണ് എന്നുള്ളതിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴും ഋഷിയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോഴും ആകെ ഒരാൾ അൻസിബ മാത്രമാണ് ക്യാപ്റ്റൻസി നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് കൈപൊക്കിയത്. അത് ലാലേട്ടൻ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ആരും കൈപൊക്കിയിട്ടുണ്ടായിരുന്നില്ല, അൻസിബയും കൈപൊക്കിയില്ല. പക്ഷേ അതിനുശേഷം ലാലേട്ടൻ വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ എന്ന് ചോദിക്കുമ്പം അൻസിബ പറയുന്നുണ്ട് എനിക്ക് അഭിപ്രായമുണ്ട്, നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അൻസിബ പറയുകയും അവിടെ ഋഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും അത് ഋഷിക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കും പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. 5 പേർക്കെതിരെ ആ ഒരു വീട് മൊത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു 10 പേരും പിന്നെ ഗസ്റ്റുകളും ആ ഹോസ്റ്റും ഉൾപ്പെടെ ഒന്നായി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അവിടെ സാബു പറയുന്ന ഒരു കാര്യമുണ്ട്, പേഴ്സണൽ ബാഗേജ് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ഗെയിം കളിച്ചു പോകുന്നത്. ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യം ഇന്നലെ കഴിഞ്ഞു എന്നുള്ള തരത്തിൽ അവർ പോകുന്നില്ല. ഫസ്റ്റ് ഡേ മുതൽ എന്താണോ ഉള്ളത് അത് മൈൻഡിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. ഗെയിമിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് ആണ് എന്നൊക്കെ തന്നെയാണ് സാബു പറയുന്നത്. പിന്നെ ശരണ്യയുടെ ആ ഒരു ബുൾസൈയുടെ പ്രശ്നമൊക്കെ എടുത്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബുൾസൈ താഴെ വീണ് പൊട്ടിയതും അത് HR സ്നേഹത്തോടെ അൻസിബ കൊടുക്കുന്നതും അത് HR കഴിക്കുന്നതും ഒക്കെ ആ ഒരു സമയത്ത് ഫണ്ണി ആയിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ജാസ്മിന്റെ ആ ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. ജാസ്മിനെ ജയിലിലേക്ക് വിട്ടത് ഒട്ടും ഫെയർ ആയിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരികയും ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഇഷ്യൂവിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സിജോ ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനോട്, പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിജോയുടെ ഇപ്പോഴത്തെ ഒരു ഗെയിം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഭയങ്കരമായിട്ട് ആ ഒരു വീട്ടില് വലിയ കാര്യത്തിലുള്ള ചലനങ്ങളൊന്നും ഇല്ലാതെ ഈ പറയുന്ന കാട്ടുതീ എന്ന് പറയുന്നത് കാട്ടുതീ ഒന്നും അല്ലാതെ ഒരു
നെരിപ്പോട് പോലെ നിൽക്കുകയും അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ പല കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനൊരു തിരിച്ചടി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് സിജോയുടെ ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ പോകുന്നത്. അപ്പൊ സിജോ ഈ ഒരു വിഷയം അവിടെ എടുത്തിട്ടുകൊണ്ട് റസ്മിനും ജാസ്മിന്റെയും ആ ഒരു ഇഷ്യൂവിനെ ചൊല്ലി ജാസ്മിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ ഇല്ല എന്നും റസ്മിൻ കംപ്ലീറ്റഡ് ആയിട്ട് ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടിട്ട് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതുമായിരുന്നു സിജോയുടെ ഒരു ആവശ്യം. ആ ഒരു ആവശ്യത്തെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്ത് അവസാനം റസ്മിന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു പണിഷ്മെന്റ് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ വരുന്ന 2 ആഴ്ചകളിൽ ഡയറക്ട്ലി നോമിനേഷനിലേക്ക് ഇടുകയാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ സംസാരിച്ചിരുന്നു. അതുപോലെ മോഷണം മുതൽ പങ്കിട്ടെടുത്ത കാര്യം അർജുനും ശ്രീതും ഒക്കെ ചേർന്നിട്ട് കുറെ സാധനങ്ങൾ എടുത്തതും അത് പങ്കിട്ടെടുത്ത് കഴിച്ച കാര്യത്തെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എലമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ടോട്ടലി ആ വീട്ടിലെ ആരോടും കഴിഞ്ഞൊരു വീക്കിനെ പറ്റി ചോദിക്കുമ്പോൾ പവർ ടീം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ ഒരു ഓണേഴ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് മറ്റുള്ളവർ പെരുമാറിയതെന്നും രാജഭരണം കാഴ്ചവെക്കുകയായിരുന്നു എന്നുള്ളതുമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഫീഡ്ബാക്ക്. ആ ഒരു കാര്യം ശ്വേതയും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വേതയും അവസാനമായപ്പോൾ അവിടെ ഒരു പ്രജ പോലെ ആവുകയും മറ്റുള്ളവർ ഭരണാധികാരികളാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അൻസിബേനൊക്കെ പേഴ്സണലി അറിയാവുന്ന ഒരാളായിട്ട് പോലും ആ വീട്ടിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി അൻസിബയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ലെന്നും രശ്മിനും നോറയും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നൊക്കെയുള്ളതാണ് ശ്വേത പറയുന്നത്. അതേപോലെ ഈ ഒരു സമയത്തും നോറ ജാസ്മിനോട് വീണ്ടും സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോഴും ലാലേട്ടന്റെ മുമ്പിൽ വെച്ചും ലാലേട്ടൻ പോയതിനു ശേഷം ഒക്കെ നോറ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് ഓൾറെഡി ഇതിനേക്കാളും മോശമായിട്ടുള്ള ചില സിറ്റുവേഷനുകളിൽ ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പുറത്ത് നിന്നോട് മാപ്പ് പറയാനായിട്ട് ഞാൻ വന്ന സമയത്ത് എനിക്ക് അവിടെ ആരും ഒരു വിലയും തന്നിട്ടില്ല എന്നതാണ് ജാസ്മിൻ പറയുന്ന ഒരു പോയിന്റ്. മേ ബി ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോയത് കൊണ്ടിട്ട് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റിയാക്ഷൻ ആയിരിക്കാം അത്. അൻസിബ ഋഷിയെ ന്യായീകരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അതില് ഋഷിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഋഷിയുടെയോ അൻസിബയുടെയോ ഒരു മിസ്റ്റേക്ക് പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കുകളും ചൂണ്ടിക്കാണിക്കുമ്പോഴും സ്വന്തം മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തു എന്നുള്ള പറയാനോ ശ്രമിക്കാതെ ഒരുപാട് ന്യായീകരണങ്ങൾക്ക് മേൽ ന്യായീകരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് എല്ലാവർക്കും തോന്നുന്നതാണ്, ഞാൻ ഋഷിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് എല്ലാവർക്കും തോന്നുന്നതാണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ചു പറയുന്ന ഒരു കൗണ്ടർ ഉണ്ട്, ഞങ്ങൾക്കും പ്രേക്ഷകർക്കും കോടാനുകോടി പ്രേക്ഷകർക്കും ഒക്കെ അത് വെറുതെ തോന്നുന്നതായിരിക്കും, അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അൻസിബയ്ക്കിട്ട് ഒരു തിരിച്ചടി പോലെയാണ് ലാലേട്ടൻ അത് കൊടുക്കുന്നത്. പിന്നെ കിച്ചണിലെ പ്രോബ്ലത്തെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം ഒരു മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തപ്പം ബാക്കിയുള്ളവരുടെ മുഖത്തും ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് അപ്സരയുടെ ഒക്കെ മുഖത്ത് ഒരു വിജയത്തിൻ്റെതായ ഒരു എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ടോട്ടലി അൻസിബയുടെ പപ്പറ്റ് തന്നെയായിരുന്നു ഋഷി എന്നുള്ളത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ജാൻമണിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആഴ്ചയിൽ ജിൻഡോയെ ഇതുപോലെ പവർ റൂമിന്റെ പപ്പറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും മോശം ഒരു അവാർഡ് ഋഷിക്ക് പറ്റുമെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഫീഡ്ബാക്ക്. പല കാര്യങ്ങളും ഇങ്ങനെ ബാഗേജ് വെച്ച് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മുമ്പോട്ട് പോകാതെ അത് സംസാരിച്ച് തീർക്കൂ എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ഋഷിയുടെയും അപ്സരയുടെയും പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്സര ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ആക്ടിങ്ങിന്റെ കാര്യത്തെ പറ്റി അല്ലെങ്കിൽ കരിയറിനെ പറ്റിയിട്ട് സംസാരിച്ചു മോശമായിട്ട് എന്നുള്ളതാണ് ഋഷി അപ്സരയുടെ മേൽ ചാർത്തുന്ന ഒരു കുറ്റം. അപ്പൊ ആ ഒരു സമയത്ത് അപ്സര പറയുന്നുണ്ട് അത് ഋഷി ആണ് തുടങ്ങി വെച്ചത്, ഋഷി ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അതെ ഞാൻ അഭിനയിച്ചു, നിനക്ക് അഭിനയിക്കാൻ അറിയാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇഷ്യൂ പറയുമ്പോഴും ഋഷി ഒരിക്കലും അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഋഷി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ലാലേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ അന്നത്തെ തൊട്ട് കളിച്ചു, അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ലാലേട്ടൻ അൻസിബയോട് ചോദിക്കുന്നുണ്ട് ഋഷിയുടെ വായിൽ നിന്നും വരുന്ന പല വാക്കുകളും കറക്റ്റ് ആണെന്ന് അൻസിബയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അത് ഋഷിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് എന്നുള്ളതാണ് അൻസിബ കൊടുക്കുന്ന ഒരു മറുപടി. അവിടെയും ഋഷിയെ എങ്ങനെയോ ഒരു സോപ്പിട്ട് നിർത്തുക എന്നുള്ളതും ഇനിയും ഋഷിയെ കൊണ്ട് പല ആവശ്യങ്ങളും അൻസിബയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് വെറുപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് അൻസിബ ഋഷിയോട് നടത്തുന്നതെന്ന് പലരും ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ജാസ്മിന്റെ ആ ഒരു ഇത്തവണത്തെ ജയിലിൽ പോക്കിനെ പറ്റിയിട്ട് അതൊട്ടും ഫെയർ ആയിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം അവർ വരച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ്, അവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും പടം വരയ്ക്കുക എന്നുള്ളതായിരുന്നു. ആ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു, എല്ലാം നല്ല വൃത്തിയായിട്ട് കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പം അപ്സരയ്ക്ക് അതൊരു പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. അപ്സര പറയുന്നത് മറ്റുള്ളവരുടെ ഒക്കെ നന്നായിട്ട് വരച്ചു, എന്റെ മാത്രം കുറച്ച് മോശമായിട്ട് വരച്ചു, പക്ഷെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്സര അവിടെ പറയുന്നത്. ഒരാളുടെ കഴിവിനെ അതിപ്പം എല്ലാവർക്കും വരയ്ക്കാനുള്ള ഒരു കഴിവോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതോ
അത്തരത്തിൽ ചില കാര്യങ്ങളിൽ അപ്സരയ്ക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റാറില്ല. അപ്സര സ്വന്തമായിട്ടുള്ളൊരു സെൽഫിഷ്നെസ്സിൻ്റെ പുറത്ത് മാത്രമാണ് അപ്സര ചില കാര്യങ്ങളിൽ സംസാരിക്കാറുള്ളത്. എന്തായാലും എവിക്ഷൻ പ്രോസസ്സിലേക്കൊക്കെ കടക്കുമ്പോൾ ശരണ്യാണ് ഈ ആഴ്ച എവിക്റ്റ് ആയി പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഒരു റിസൾട്ട് ഇന്നത്തെ എപ്പിസോഡിലാണ് വരാൻ പോകുന്നത്. ഇന്നലെ ശരണ്യാണ് ഔട്ടായി പോയിട്ടുള്ളത്. ഇപ്പം നിലവിൽ ആ വീട്ടിൽ 14 മത്സരാർത്ഥികളാണ് ഉള്ളത്. അതിൽ നിന്ന് ഈ ആഴ്ച ഒരാൾ കൂടി പുറത്തു പോകണം എന്നുള്ളതാണ് അറിയുന്നത്.